അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8 ശനിയാഴ്ച. ഭരണഘടനയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവനാണ് താനെന്നും അംബേദ്കറിന്റെ ഈ ഭരണഘടനയുള്ളതുകൊണ്ടാണ് പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വന്ന പാവപ്പെട്ട കുടുംബാംഗമായ തനിക്ക് രാജ്യത്തെ സേവിക്കാനായതെന്നും നരേന്ദ്രമോദി ഇന്നലെ NDA യോഗത്തിന് എത്തിയപ്പോൾ ഭരണഘടന തൊഴുന്ന ചിത്രവും മോദി എക്സിൽ പങ്കുവച്ചു. BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ മോദി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ ഉണ്ടാക്കുന്നതിന് അവകാശവാദം ഉന്നയിച്ച് കത്ത് നൽകി. രാഷ്ട്രപതിയെ കണ്ട ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി പുതിയ കാലഘട്ടത്തിലേക്കാണ് രാജ്യം പ്രവേശിക്കുന്നതെന്നും അമൃത് കാലത്തെ ആദ്യ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയതെന്നും പറഞ്ഞു. NDA സർക്കാരിന് 3ാം തവണയും ജനങ്ങളെ സേവിക്കാൻ അവസരം നൽകിയ ജനത്തിന് നന്ദി പറഞ്ഞ മോദി ഇനിയുള്ള 5 വർഷവും അതേ ലക്ഷ്യത്തോടെ സമർപ്പണത്തോടെ രാജ്യത്തെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്നുവെന്നും പറഞ്ഞു. BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ സർക്കാർ രൂപവൽക്കരിക്കാൻ ക്ഷണിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മോദി രാഷ്ട്രപതി ഭവനിലെത്തി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ ഉണ്ടാക്കുന്നതിന് അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മോദിയെ സർക്കാർ രൂപവൽക്കരണത്തിനായി രാഷ്ട്രപതി ക്ഷണിച്ചത്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച രാത്രി 7:15 രാഷ്ട്രപതി ഭവനിൽ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 900 വാഗ്ദാനങ്ങൾ സർക്കാർ നടപ്പിലാക്കിയെന്നാണ് 300 പേജുള്ള റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നത്. തൊഴിൽ നൽകാൻ സ്വീകരിച്ച നടപടികൾ, കൂടുതൽ IT കമ്പനികളെ കേരളത്തിലേക്ക് എത്തിക്കാൻ സ്വീകരിച്ച നടപടികൾ, വ്യവസായ സൗഹൃദ സംസ്ഥാനമാകാനെടുത്ത ശ്രമങ്ങൾ എന്നിവ എണ്ണി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രളയമാണ് സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കയറ്റിയത് എന്നാണ് ഒരു പുരോഹിതൻ പറയുന്നതെന്നും പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണിയുടെ തോൽവിയിൽ CPMനെ ശക്തമായി വിമർശിച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം പലതും ചെയ്യാനായില്ല. മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം പോലും നടത്താനായില്ല. ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടത്തെ സർക്കാരിനെ പ്രവർത്തിക്കാനാകണം. അത്തരം പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജനം സർക്കാരിനൊപ്പവും സർക്കാർ ജനത്തിനൊപ്പവുമാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ആശയങ്ങളിൽ ഏറ്റുമുട്ടാം എന്നതല്ലാതെ വ്യക്തിപരമായ പരാമർശങ്ങളിൽ താൻ പ്രതികരിക്കാറില്ലെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരായ മാർ കുറിലോസിന്റെ പ്രസ്താവന യാക്കോബായ സഭ തള്ളി. കുറിലോസിന്റെ പ്രസ്താവന സഭയുടെ ഔദ്യോഗിക നിലപാടോ അഭിപ്രായമോ അല്ലെന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കി. സർക്കാർ ഖജനാവിനെ മുടിപ്പിക്കാനുള്ള മറ്റൊരു ദൂർത്ത് മാത്രമാണ് ഇപ്പോൾ പുറത്തിറക്കിയ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടെന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും മന്ത്രിമാരും എല്ലാം അഴിമതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാനുള്ള തൊലിക്കട്ടി അപാരമാണെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. ജനം അറിയാൻ ആഗ്രഹിച്ചത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക സ്ഥിതിയിലുണ്ടായ വർധനവിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടായിരുന്നെന്നും LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ജനം വിലയിരുത്തിയതിന്റെ ഫലമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ജനവിധിയിലൂടെ പുറത്തുവന്നതെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടി പ്രവർത്തനത്തിലും സർക്കാർ പ്രവർത്തനത്തിലും ആത്മവിമർശനവും തിരുത്തലും വേണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നുവെന്ന് റിപ്പോർട്ടുകൾ. വിമർശനങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കരുതെന്നും ഇല്ലെങ്കിൽ പാർട്ടി ഉണ്ടാകില്ലെന്നും ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടുവെന്നും BJPയുടെ വോട്ട് ശതമാനം കൂടിയത് ആശങ്കാജനകമെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നുവെന്നും റിപ്പോർട്ടുകൾ. പിന്നാക്ക വിഭാഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും നീതി കിട്ടുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അതിന്റെ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഈഴവർക്ക് നീതി കിട്ടുന്നില്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വന്നാൽ അവർക്ക് സർക്കാരിലും പാർട്ടിയിലും ഡബിൾ പ്രമോഷനാണ്. ഈഴവർക്ക് അധികാരത്തിലും പാർട്ടിയിലും പരിഗണനയില്ലാത്ത സ്ഥിതിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം നൽകി, ഈഴവർക്ക് ചോദിക്കുന്നത് ഒന്നും തരുന്നില്ല. കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നവർ വൈകുന്നേരം ആവുമ്പോഴേക്കും കാര്യം സാധിച്ച് മടങ്ങുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന പോലീസ് തയ്യാറായില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചു. കൊച്ചിയിലെ CMRL കമ്പനി വ്യാജ പണമിടപാട് നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് നിർദ്ദേശിച്ചത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും തങ്ങൾക്ക് നിയമപരമായി മുന്നോട്ടു പോകാനാകുമെന്ന് ED അറിയിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. രോഗികളോട് ആർദ്രതയോടെയുള്ള പെരുമാറ്റം ചികിത്സയിൽ പ്രധാനമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിലെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരെ ഓൺലൈനായി അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മന്ത്രി അഭിപ്രായം രേഖപ്പെടുത്തിയത്. അവർക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കണം. അനാവശ്യമായി രോഗികളെ റഫർ ചെയ്യരുത്. ആശുപത്രികളുടെ പ്രവർത്തന സമയം ഉറപ്പാക്കണം. ആശുപത്രികൾ പൂട്ടിയിടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. സർക്കാർ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയാൽ കർശന നടപടിയെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാർക്ക് പുറത്ത് പ്രാക്ടീസ് നടത്താൻ അനുമതിയില്ല. ഇത് കണക്കിലെടുത്ത് ഡോക്ടർമാർക്ക് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് അനുവദിച്ചിട്ടുണ്ട്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് മാസപ്പിറവി കണ്ടതിനാൽ ഇന്ന് ദുൽഹിജ്ജ 1 ഈ മാസം 17 തിങ്കളാഴ്ച ബലിപ്പെരുന്നാളും ആയിരിക്കും. തിരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ തൃശൂർ DCC ഓഫീസിൽ പ്രവർത്തകർ തമ്മിൽ അക്രമവും കയ്യാങ്കളിയും. DCC സെക്രട്ടറി സജീവൻ കുരീച്ചിറയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ച് അദ്ദേഹം ഓഫീസിൽ പ്രതിഷേധിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്നാണ് ആരോപണം. DCC പ്രസിഡന്റിന്റെ മുറിയിലേക്ക് കയറാൻ ശ്രമിച്ചവരെ തടഞ്ഞതാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയതെന്നാണ് വിവരം. മർദ്ദനം ചോദ്യം ചെയ്യാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഓഫീസിൽ ഉണ്ടായിരുന്നവരും തമ്മിലാണ് പിന്നീട് കയ്യാങ്കളി ഉണ്ടായത്. വിഷയത്തിൽ പ്രതികരണം തേടാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ കാണാൻ കൂട്ടാക്കിയില്ല. വിഷയത്തിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ KPCC അധ്യക്ഷൻ സുധാകരനോട് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് K മുരളീധരന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കൊല്ലത്ത് ചിന്നക്കടയിൽ ഫ്ലക്സ് ബോർഡുകൾ. കൊല്ലത്തെ കോൺഗ്രസുകാർ എന്ന പേരിലാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട KM, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയമാണ്. ധീരനായ പോരാളിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത്. മുരളീധരനെ പിന്തുണച്ച് നേരത്തെ കോഴിക്കോട് നഗരത്തിലും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കോന്നി അടവി എക്കോ ടൂറിസം കേന്ദ്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ ആവശ്യപ്രകാരമാണ് നടപടി. ഇവിടെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. കയ്യേറ്റം ചെയ്തതിലും കൈവെട്ടുമെന്ന് നേതാവ് ഭീഷണിപ്പെടുത്തിയതുമായ സംഭവങ്ങളിലുമാണ് പ്രതിഷേധം. അനധികൃതമായി സ്ഥാപിച്ച കൊടി നീക്കിയ ഉദ്യോഗസ്ഥന്റെ കൈവെട്ടും എന്നായിരുന്നു CPM നേതാവിന്റെ പരസ്യ ഭീഷണി. 2021 മുതൽ മിക്സഡ് ആക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകിയത് 53 സ്കൂളുകൾക്കാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇതിൽ 26 സർക്കാർ സ്കൂളുകളാണ്, 27 എയ്ഡഡ് സ്കൂളുകളാണ്. ലിംഗസമത്വം ഉറപ്പുവരുത്തുക, സഹവിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നിവ സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. സ്കൂളുകൾ മിക്സഡ് ആക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോ അപേക്ഷയിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം എന്നും മന്ത്രി വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരിലറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ എല്ലാം കൂടി ഓപ്പറേഷൻ ലൈഫ് എന്ന ഒറ്റ പേരിൽ ഇനി അറിയപ്പെടുമെന്ന് മന്ത്രി വീണ ജോർജ്. ഭക്ഷ്യസുരക്ഷയ്ക്കായി ഓപ്പറേഷൻ ഷവർമ, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ജാഗരി, ഓപ്പറേഷൻ ഹോളിഡേ തുടങ്ങിയ നിരവധി ഡ്രൈവുകളാണ് ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയത്. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം രാജ്യത്ത് 1ാം സ്ഥാനം നേടി. സുരേഷ് ഗോപിയുടെ വിജയത്തോടൊപ്പം കേരളത്തിൽ BJPയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. MP ഇല്ലാത്തപ്പോഴും കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള പ്രതികരണം. CPM ഹമാസിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് കിട്ടുമെന്ന് ഉറപ്പല്ലേ എന്നും K സുരേന്ദ്രൻ പറഞ്ഞു. കത്വ ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും അഖിലേന്ത്യാ സെക്രട്ടറി CK സുബൈറും കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി. കോടതി 2 പേർക്കും ജാമ്യം അനുവദിച്ചു. കേസ് അടുത്ത മാസം 10-ാം തീയതി പരിഗണിക്കും. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി.
100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. കങ്കണ റണാവത്തിനെ തല്ലിയ CISF വനിതാ കോൺസ്റ്റബിൾ കുൽവീന്ദർ കൗറിനെതിരെ മൊഹാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനാൽ തന്നെ കുൽവീന്ദർ കൗറിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിവരം. സംഭവത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ കേസ് എടുക്കൂവെന്ന് പഞ്ചാബ് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കങ്കണ റണാവത്തിനെ മർദ്ദിച്ച CISF ഉദ്യോഗസ്ഥയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഗായകനും നടനും സംഗീത സംവിധായകനുമായ വിശാൽ ദദ്ലാനി താൻ ഒരിക്കലും ഹിംസയെ പിന്തുണച്ചിട്ടുള്ള ആളല്ലെന്നും പക്ഷേ ഈ CISF ഉദ്യോഗസ്ഥയുടെ രോഷത്തിന്റെ കാരണം ശരിക്കും മനസ്സിലാവുന്നുണ്ടെന്നും വിശാൽ വ്യക്തമാക്കി. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം അറിയിച്ചു. 3ാം തവണയും പ്രധാനമന്ത്രി ആകുന്നതിൽ അഭിനന്ദനം എന്നാണ് EPSന്റെ പോസ്റ്റ്. BJP ബന്ധത്തെ ചൊല്ലി പാർട്ടിയിൽ പരസ്യമായി പോര് നടക്കുന്നതിനിടെയാണ് AIADMK ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റ്. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജി സമർപ്പിച്ച ദേവേന്ദ്ര ഫട്നാവിസിനോട് തലസ്ഥാനത്ത് തുടരാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരാനും സംസ്ഥാനത്ത് BJPയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതി രൂപവൽക്കരിക്കാനും ഫട്നാവിസിനോട് ഷാ നിർദ്ദേശിച്ചെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പിലെ മാൻ ഓഫ് ദ മാച്ച് രാഹുലാണെന്ന് പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. രാഹുൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാജ്യമെമ്പാടും വ്യാപക പ്രചാരണം നടത്തി. എന്നാൽ ഖാർഗെ രാജ്യസഭയിൽ പ്രതിപക്ഷത്തെ നയിക്കുകയാണ്. അതിനാൽ രാഹുൽ ലോക്സഭയിൽ സമാന ചുമതല ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന 7 മാവോവാദികളെ വധിച്ചു. 3 ജവാന്മാർക്ക് പരിക്കേറ്റു. ഇന്നലെ ഉച്ചയ്ക്ക് ഓർച്ച മേഖലയിലെ വനത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇതോടെ സംസ്ഥാനത്ത് ഈ വർഷം ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ട മാവോവാദികളുടെ എണ്ണം 125ആയി. നരേന്ദ്രമോദിക്ക് അഭിനന്ദനവുമായി ഇലോൺ മസ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് അഭിനന്ദനങ്ങൾ എന്ന് അദ്ദേഹം തന്റെ സാമൂഹ്യ മാധ്യമമായ എക്സിലെ പ്രൊഫൈലിൽ കുറിപ്പിട്ടു. തന്റെ കമ്പനികൾ ഇന്ത്യയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിലെ വീഴ്ചയ്ക്ക് ശേഷം ഇന്നലെ ഓഹരി വിപണി സർവകാല ഉയരത്തിലെത്തി. സെൻസെക്സ് 1600-ലധികം പോയിന്റ് ഉയർന്ന് 76,787 എന്ന റെക്കോർഡിട്ടു. നിഫ്റ്റിയും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ ഓഹരി വിപണി സർവകാല റെക്കോർഡിട്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടുകൂടി വിപണിയിൽ 4 വർഷത്തെ ഏറ്റവും വലിയ തകർച്ചയാണ് നേരിട്ടത്. അതിൽ നിന്നും നേരിയ പുരോഗതി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായെങ്കിലും ഇന്നലെ ഗണ്യമായ വളർച്ചയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തെ ഓഹരി വിപണി തകർച്ചയിൽ അന്വേഷണം ആവശ്യപ്പെട്ടും സെബിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടും സുപ്രീം കോടതിയിൽ ഹർജി. ഹിൻഡൻബർഗ് കേസിലെ ഹർജിക്കാരൻ വിശാൽ തിവാരിയാണ് ഹർജി നൽകിയത്. ഫലപ്രഖ്യാപന ദിവസത്തെ ഓഹരി വിപണി തകർച്ചയിൽ ആരോപണവുമായി കോൺഗ്രസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. 2020 ലോകകപ്പിൽ അയർലൻഡിനെതിരെ കാനഡയ്ക്ക് 12 റൺസിന്റെ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ കാനഡ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസ് എടുത്തു. അയർലൻഡിന്റെ മറുപടി പക്ഷേ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസിൽ അവസാനിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസ് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.